ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനലിൽ വരാത്ത ഒരു ക്രെറ്റ വീഡിയോ ഉണ്ടെങ്കിൽ അത് ക്രെറ്റയുടെ എൻ ലൈൻ ആണ്. നിങ്ങൾ ഈ കാണുന്നത് ക്രെറ്റയുടെ എൻ ലൈൻ N10 DCT വേരിയൻ്റ് ആണ്. അതായത് എൻ ലൈനിലെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ ലൈൻ സീരീസ് വരുന്നത് നമ്മുടെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മാത്രം നിങ്ങൾക്ക് 1,10,000 രൂപ വരെ ഓഫറിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് ഈ ഒരു വാഹനം ഇവിടെ ഒരു റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ക്രെറ്റയുടെ എൻ ലൈൻ എങ്ങനെ നോക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. വീഡിയോയുടെ അവസാനം നമ്മൾ പ്രൈസ് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എന്നും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എൻ ലൈൻ വേരിയൻ്റ് നമുക്ക് N8ലും N10ലും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. N8 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസ് വേരിയൻ്റ് എന്ന് പറയാം. അതിനകത്ത് മാനുവൽ വരുന്നില്ല, ഓട്ടോമാറ്റിക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എൻ ലൈൻ വേണം, അതിനകത്ത് മാനുവൽ വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വേരിയൻറ്റ് ഈ N10 വേരിയൻ്റ് ആണ്. ഇപ്പോൾ നോർമൽ ക്രെറ്റ നോക്കുന്നവർക്ക് അതൊരു പ്രീമിയം വാഹനമാണ്. ഇപ്പോൾ കിങ് എഡിഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പക്ക പ്രീമിയം വെഹിക്കിളാണ്. പക്ഷേ അതിൻ്റെ ലുക്ക് ഇപ്പോൾ നോർമൽ ക്രെറ്റയായും കിങ് ആണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോർമൽ ലുക്കിൽ നിന്ന് മാറി കുറച്ചും കൂടിയും സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ക്രെറ്റ വേണം, കുറച്ചും കൂടിയും ക്രൗഡിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻ്റ് ആണ് ഈ ഒരു എൻ ലൈന്. കാര്യം എൻ ലൈനിലെ പെട്രോളിലും കിങ്ങിലൊക്കെ വരുന്നത് സെയിം എഞ്ചിൻ തന്നെയാണ്, നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനം വേണമെങ്കിൽ ഈ എൻ ലൈൻ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ മാറ്റ് ബ്ലാക്ക് കളറാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇപ്പോൾ പലർക്കും ഗ്ലോസി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മാറ്റ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഗ്ലോസിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം കളറായിട്ട് നമുക്ക് ഈ മാറ്റ് ബ്ലാക്ക് കളറിനെ പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെറ്റയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കണക്റ്റഡ് DRL കാണാം. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും LED ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാഡ് ബീം ഹെഡ്ലൈറ്റ് ആണ്, ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എയർ സ്കൂപ്പ് കാര്യങ്ങൾ കാണാം. ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബമ്പറാണ് വരുന്നത് എൻ ലൈന്. ഒരു കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു പ്രീമിയം ഒരു ഫീച്ചേഴ്സൊക്കെ ആഡ് ഓൺ ആയി വരുന്ന ബമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു കളർ ടോൺ എല്ലാം ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ ലൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്ക് ഹ്യൂണ്ടായി ലോഗോ, അത് ബ്ലാക്ക് ഫിനിഷിലാണ്. അതിനകത്ത് 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ കാണാം. നമുക്ക് ഇവിടെ ഇതിനകത്ത് ADAS ലെവൽ 2 വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കൺട്രോൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ശരിക്കും എൻ ലൈന് ലഭിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലായിട്ട് താഴെക്കൂടെ നമുക്കൊരു റെഡ് പൈപ്പിങ്സ് പോകുന്നത് കാണാം. നോർമൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ ലൈനിൽ വരുന്നൊരു ഡിഫറൻസ് ആ ഒരു റെഡ് ലൈനിങ് തന്നെയാണ്. പിന്നെ അലോയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗൺ മെറ്റൽ പ്ലസ് ഡയമണ്ട് കട്ട് അലോയ്സ് എന്ന് പറയാം. ഒരു കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അകത്തെ കാലിപ്പേഴ്സ് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215, 55 or 18 ആണ് ടയർ സൈസ് വരുന്നത്. വശങ്ങളിലെല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ആ ക്ലാഡിങ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻ ലൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇതും മാറ്റ്, ക്ലാഡിങ്ങും മാറ്റ് ആയതുകൊണ്ട് ഒരു മാച്ചായി പോകുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. വശങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു റെഡ് ലൈൻസ് നമുക്ക് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. 360 ക്യാമറ കൊടുത്തിരിക്കുന്നു. ബാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷാണ്. വേറെ യാതൊരു കളറും ഇതിനകത്ത് വരുന്നില്ല. ഡോർ ഹാൻഡിൽസിൽ നമുക്ക് റിക്കോ സെൻസർ കാണാം. നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിനയും ഗ്ലോസി ബ്ലാക്കാണ്. ഒരു പനോറമിക് സൺ റൂഫും വരുന്നുണ്ട്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനം എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കിംഗ് കാർ എന്ന് തന്നെ വശങ്ങളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ നോർമൽ ക്രെറ്റയിൽ ഒരു സിൽവർ ഫിനിഷിലാണ് എങ്കിൽ എൻ ലൈനിലേക്ക് വരുമ്പോൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. നോർമൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പുകൾ മെയിനായിട്ടുള്ള മാറ്റം. പിന്നെ നമ്മൾക്ക് ബാക്കിലും ആ ഒരു റെഡ് പൈപ്പിങ്സ് പോകുന്നത് കാണാം. ഒരു സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ബാക്ക് ബമ്പർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സെൻട്രൽ പോർഷനിലും ആ ഒരു റെഡ് ഇൻസെറ്റ് കാണാം. എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ബമ്പർ എന്ന് തന്നെ പറയാം. ഇവിടെ എൻ ലൈൻ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ക്രെറ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് സ്മോക്ക് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്.
പിന്നെ നമുക്ക് ബാക്ക് വൈപ്പർ, ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. ഒരു അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു സ്പോയിലറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോസിൻ്റെ ഒരു സബ് ബൂഫർ നമുക്ക് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ച് വീൽസാണ് നമുക്ക് സ്പെയർ വീലായിട്ട് M സീരീസിൽ കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 433 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ കൊടുത്തിരിക്കുന്നു. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ, അതാണ് ശരിക്കും ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെയെല്ലാം നമുക്ക് ലെതറിറ്റ് സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂട്ടേഴ്സ് കാണാം. താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതറിറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. നമുക്ക് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഹൈറ്റും റിക്ലൈനും എല്ലാം ഇലക്ട്രിക്കലാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും ഓപ്ഷനോട് കൂടിയ ക്രെറ്റയുടെ തനതായിട്ടുള്ള കീ ആണ് ഇതിനകത്തും വരുന്നത്. ആ സീറ്റുമെല്ലാം നമുക്ക് ആ റെഡ് പൈപ്പിങ്സ് കാണാം. അതിന് നടുക്ക് ആ ഒരു എൻലൈൻ്റെ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ എൻലൈൻ ആയതുകൊണ്ട് സ്റ്റീൽ പെഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനോട് താഴെയായിട്ടാണ് വരുന്നത്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഐഡൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഈ പോർഷൻസ് എല്ലാം നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ക്രെറ്റ എൻലൈൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് എഡിഷനേക്കാളും കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടും ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലും കിട്ടുന്ന ഒരു ഇൻറ്റീരിയർ ശരിക്കും എൻലൈൻ്റെയാണ്. കാരണം നൈറ്റ് എഡിഷനിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു റൂഫ് കാര്യങ്ങൾ അവിടെയും വൈറ്റാണ് ലഭിക്കുന്നത്. ഫുൾ ബ്ലാക്ക് വേണം, റെഡ് ഇൻസെറ്റ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് ഈ എൻലൈൻ തന്നെയാണ്. ഇപ്പോൾ എൻലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോർമൽ കട്ടുള്ളൊരു ബ്രോൺസ് ഫിനിഷ് ആണെങ്കിൽ ഇതിനകത്ത് റെഡ് ഫിനിഷിലേക്ക് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് റെഡ് ലൈൻസ് കാണാം. പിന്നെ ഒരു റെഡ് കളറിലൊരു ആംബിയൻ ലൈറ്റിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ എൻലൈനിൽ മാത്രം കാണുന്ന ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റിയറിംഗ് വീല് കാണാം. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. അകത്ത് റെഡ് സ്റ്റിച്ചിങ്സ് കാര്യങ്ങളാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ക്രെറ്റയുടെ ഇപ്പോൾ എസ് ഓപ്ഷൻ വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. നമുക്ക് ഒരു കാണാൻ നല്ല സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ളൊരു പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്പീഡോമീറ്റർ, ആർപിഎമ്മീറ്റർ എല്ലാം ഡിജിറ്റലാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിനകത്ത് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് സ്ക്രീൻ മാറ്റാം. അങ്ങനെ പല പല ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ ഒരു ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. അത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വശത്തേക്ക് നമ്മൾ ഇടതുവശത്തെ ക്യാമറ ഇടുമ്പോൾ അവിടുത്തെ ആ ഒരു ക്യാമറ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ഒരു ക്യാമറ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. അങ്ങനെ അത്യാവശ്യം ടോപ്പ് എൻഡിലൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ കിങ് എഡിഷനിലൊക്കെ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. അത്യാവശ്യം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത് നല്ല ടച്ച് റെസ്പോൺസുള്ള സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഒരു 360 ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് HD ക്ലാരിറ്റിയിലുള്ള 360 ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് കാണാം. 360 വ്യൂ തന്നെ അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് താഴത്തെ വ്യൂ, പിന്നെ നമുക്ക് നമ്മുടെ താഴത്തെ പോർഷൻ മാത്രം, പിന്നെ ഓൾ സറൗണ്ട് വ്യൂ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഒരു സെൻറ്റർ സ്പീക്കർ, 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ് വൂഫർ, അങ്ങനെ 10 സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ക്ലാരിറ്റിയുള്ള സിസ്റ്റം എന്ന് തന്നെ പറയാം. നമ്മൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഫങ്ഷൻ ചെയ്യുന്നതാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം.
അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതൊരു ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. നമ്മൾ AC നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ എസ് ഓപ്ഷൻ വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC വരുന്നുണ്ട്. ഡ്യുവൽ സോണൊക്കെ ചെറിയൊരു കാറിൽ അത് എത്ര യൂസ്ഫുൾ ആണ് എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഡ്യുവൽ സോൺ AC കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് കാണാം. ഇവിടെ നമുക്കൊരു ടൈപ്പ് C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ N ലൈൻ ആ ഒരു ഡെഡിക്കേറ്റഡ് ഗിയർ ലിവർ കാണാം. വശങ്ങളായിട്ട് നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ബട്ടൺ, ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ അതിന് താഴെ നമുക്ക് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ ഓപ്ഷൻ. ഈ ഒരു സെൻറ്റർ കൺസോളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. നമുക്കിവിടെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോട്ട് മോഡ്, അത് റെഡ് കളറിലേക്ക് നമുക്ക് ചേഞ്ച് ആയത് കാണാം. ഈക്കോ, ബ്ലൂ, നോർമൽ, ആ ഒരു വൈറ്റ് ഫിനിഷ്. പിന്നെ നമുക്ക് ട്രാക്ഷൻ മോഡുകൾ വരുന്നത് സ്നോ, മഡ്, സാൻഡ് എന്ന് പറയുന്ന 3 ട്രാക്ഷൻ മോഡുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ്, അതിന് ടോപ്പിൽ സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. സ്പ്രിംഗ് ഡാറ്റ ഗ്യാപ്പ് ഹാൻഡിൽ, പിന്നെ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പനോറമിക് സൺറൂഫ് കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. ഡാഷ് ക്യാം ഇതിനകത്ത് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. മിറർ എന്തോ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടി ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ N ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ ക്രെറ്റ വൈറ്റ് ഫിനിഷ്, വൈറ്റ് ഇൻറ്റീരിയർ ഇഷ്ടമല്ല, അല്ലാത്തവർ ഒരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വേണം, ഒരു സ്പോട്ട് ലുക്കിംഗ് ആയിട്ടുള്ള വാഹനം വേണം, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ക്രെറ്റ വേണമെങ്കിൽ ഈ N ലൈൻ്റെ N8 അല്ലെങ്കിൽ N10 കൺസിഡർ ചെയ്യാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്കാണ്. ഇവിടെ ലെതർ സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. റെഡ് പൈപ്പിങ്സ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ, സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. അവന് ബോസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്, അതായത് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റീൽ ഫിനിഷ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. അതിനകത്തൊരു കുഷനിങ് കാര്യങ്ങൾ നമ്മൾ ഹെഡ് റെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ബാക്കിലെ സ്പേസ് കാര്യങ്ങളെല്ലാം നോർമൽ ക്രെറ്റയിൽ എക്സാക്ട് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം റൂഫ് മീൻസ് ഹെഡ് റൂം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനുള്ള ഒരു സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ക്രെറ്റയിൽ വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ്, ലോട്ട്സ് ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ADAS ലെവൽ 2, അങ്ങനെ ഈ സെഗ്മെൻറ്റിലൊരു വാഹനത്തിൽ കിട്ടാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ക്രെറ്റയുടെ ഈ N ലൈൻ N10 വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനിലേക്ക് വന്നാൽ N ലൈൻ നമുക്ക് ലഭിക്കുന്നത് 1.5 ടർബോ പെട്രോൾ എഞ്ചിനാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 158 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ. നിങ്ങൾക്കൊരു ക്രെറ്റ വേണം, നല്ല അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ, ലോങ് ഡ്രൈവൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഓടിക്കണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റ് ഈ ഒരു വേരിയൻ്റാണ്. മൈലേജ് കമ്പനി 18.2 ക്ലെയിം ചെയ്യുന്നുണ്ട്. 12ഉം 13ഒക്കെ റിയൽ ലൈഫിൽ കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം. കാരണം പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്, നമ്മൾ അതോണം ഓടിക്കും. അപ്പോൾ മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇനിയും ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രൈസിലേക്ക് പോകുമ്പോൾ നമ്മൾ N സീരീസിൻ്റെ പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റ് വേരിയൻറ്റുകളുടെ വീഡിയോ നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് S ഓപ്ഷൻ വേരിയൻറ്റുകളുടെ പ്രൈസ് കിട്ടും. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മൈ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് N സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന N8 വേരിയൻറ്റിലാണ്. N8ൽ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. N8 DCTക്ക് 20,60,000 രൂപയും. നിങ്ങൾ ഈ കാണുന്നത് N10 ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. N10 ടോപ്പ് എൻഡ് നിങ്ങൾക്ക് 22,20 മാനുവലും. നിങ്ങൾ ഈ കാണുന്ന വാഹനം 1,10,10,000 രൂപ ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് 23,10,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 23,10,000 രൂപ ബഡ്ജറ്റ് അല്ലെങ്കിൽ 23 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു SUV നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ്. ഇതിന് 24,30,000 രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ലഭിക്കുക. ഈ ഒരു കളർ, ഈ ഒരൊറ്റ കാറിനാണ് ഈ ഒരു പ്രൈസ് അവർ തന്നിരിക്കുന്നത്. ഇനിയും ഇപ്പോൾ കിങ് ഒക്കെ നോക്കുന്നവരുണ്ട്, കുറച്ചുകൂടി പ്രീമിയം വേണം കിങ് ഒക്കെ നോക്കുന്നവർക്ക്. കിങ് ഇപ്പോൾ DCT എടുക്കുകയാണെങ്കിലും ഇതിൽ കൂടുതൽ പ്രൈസാകും. 23,20,000 ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് നോക്കുന്നവർക്ക് 24 ലക്ഷം രൂപ വരും. അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു N ലൈൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്രെറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.
ക്രെറ്റ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ ഓക്കെ ആണ് എങ്കിൽ അവർ 100% ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. നോർമലി 90% ഓൺ റോഡ് ഫണ്ടിങ് ആണ് ലഭിക്കുക. 7 കൊല്ലത്തേക്ക് EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. 1650 രൂപ വെച്ചാണ് പെർ ലാക്കിന് അടവ് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.